ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകത, ഇത് ഉരുൾ എന്നാണ് സിനിമയുടെ പേരെങ്കിലും വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധമുണ്ട്. പക്ഷെ ആ കഥയല്ല. അതിനു മുമ്പ്, അതിനൊരു വർഷം മുമ്പ് ശരിക്കും വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് ഞാനും മമ്മയ്ക്കൊക്കെ ഈ കഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മമ്മയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്, എന്നെയാണ് വെച്ച് അഭിനയിപ്പിക്കുന്നത്. 2 കഥാപാത്രമുണ്ട്, അതിൻ്റെ വേരിയേഷനും കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വയനാട് ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. ഈ കഥയിലെ പ്രമേയം എന്ന് പറയുന്നത് സാധാരണ നമ്മളെപ്പോഴും എല്ലാ മീഡിയകളിലും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ 350-400 പേർ ദാരുണമായി കൊല്ലപ്പെട്ടത്, 10-15 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അത് വളരെ സന്തോഷം കൂടി പറയാം. അത്ഭുതകരമായി രക്ഷപ്പെട്ടു, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സത്യത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ ഈ രക്ഷപ്പെട്ടവരാണ്. ആ രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ കഥ പറയുന്നതാണ് ശരിക്കും സിനിമ. അതാണ് സിനിമയുടെ പ്രമേയം. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്ത് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യം ഉണ്ടാകുക, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുക എന്നുള്ളതല്ല. നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ. ഈ ലോകത്ത് ആരും ഇല്ലാതായി പോവുക. അച്ഛൻ, അമ്മ, സഹോദരി, ഭാര്യ, മക്കൾ, ഇവരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഏറ്റവും ഭയാനകം. അങ്ങനെ ഒരു മനുഷ്യന്റെ കഥ പറയുന്നത്. ശരിക്കും ഈ സിനിമ കണ്ടിറങ്ങുന്നവർ, ഇനി ഈ സിനിമ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയവർ ഓർക്കും, ശരിക്കും മരണപ്പെട്ടു പോയവരെല്ലാം അതിൽ ബാക്കിയായവരാണ്. അവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നമുക്കൊന്നും സംഭവിക്കാത്തത് നമ്മളെ ഗുണം കൊണ്ടല്ല, സംഭവിച്ചു പോലും അവരെ തെറ്റുകൊണ്ടല്ല. പ്രകൃതി നടത്തുന്ന ഒരു ദുരന്തമാണ്. ഒരു തെറ്റും ചെയ്യാതെ ഈ ലോകത്ത് ഒരു മോശം പ്രവൃത്തിയും ചെയ്യാതെ ദുഃഖം അനുഭവിക്കുന്ന ആളുകളുടെ കഥ. അങ്ങനെ കുറേ പേര്, ഈ കഥാപാത്രം പോലെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ശരിക്കും അങ്ങനെ ഞാനെന്ന് അവതരിപ്പിച്ച കഥാപാത്രത്തിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ അതുപോലെ ഒരു മകളെ എനിക്കുണ്ടായിരുന്നില്ലേ, ഒരു മകളുടെ കുട്ടി എനിക്കുണ്ടായിരുന്നില്ലേ, ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇതേപോലെ ഒരു സഹോദരിയോ ഒരു ഭാര്യയോ എനിക്കും ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഇന്ന് ആ ഒരു കുട്ടിയില്ലായിരുന്നുവെങ്കിൽ ആരായിരുന്നു എന്നൊക്കെ ചെയ്ത് ആ ദുഃഖം പേരും ആത്മഹത്യ പേടിയായിരിക്കും. ചിലപ്പോൾ പലരും ആത്മഹത്യക്ക് വരെ തയ്യാറാണ്. ദൈവം തിരിച്ചു വിളിക്കുന്നത് വരെ 10, 30, 40 വർഷക്കാലം മറ്റുള്ളവർ സുഖസൗകര്യത്തോട് ജീവിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് ആ ദുഃഖം പേര് ജീവിക്കുന്ന മനുഷ്യൻ. അത്തരം മനുഷ്യരുകൾ വയനാട് ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ഒരുപാട് ഇൻസിഡന്റുകൾ ബാക്കിയായ ആൾക്കാരുണ്ട്. അവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അമ്മയുടെ കഥാപാത്രം ചെയ്ത സംഗീത ആദ്യം തന്നെ മമ്മി സാറിനോട് താങ്ക്സ് പറയുന്ന, ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഇത് ഒരു ഫസ്റ്റ് ഫിലിമാണ് എൻ്റെ. ഇതിൻ്റെ മുമ്പേ ഒന്നും അഭിനയിക്കുകയോ, നമ്മൾ യൂഷ്വലി ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ ചെയ്യാറേ ഉള്ളൂ. പക്ഷെ സാർ അത് കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ള അഭിനയം പറഞ്ഞു തരികയും അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ്, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആള് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമ്പം അത് അഭിനയിക്കാനുള്ളതായാലും അതിൽ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരും. അത് എനിക്ക് തോന്നി ഉരുൾ മൂവിനകത്ത് നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. കാണുമ്പം തന്നെ എത്രമാത്രം സർ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ മൂവി നിങ്ങളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും. പിന്നെ അതുപോലെ തന്നെ സർ നേരത്തെ പറഞ്ഞു, ഈ നിങ്ങൾ തന്നെയാണ് അത് വിജയിപ്പിക്കേണ്ടത്. അപ്പം തീർച്ചയായും അത് പോയി കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതിനെ വിജയിപ്പിക്കുകയും ചെയ്യണം. ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. അത് കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. താങ്ക് യു. ഈ ചിത്രത്തിലൊരു മീഡിയ റിപ്പോർട്ടറായിട്ട് നിങ്ങളായിട്ട് ഉള്ള ഒരാളായിട്ട് അഭിനയിച്ചതാണ് ഗ്രേഷ്യ അരുൺ. ഗ്രേഷ്യ ക്ഷണിക്കും. താങ്ക് യു സാർ. എന്തായാലും വളരെയധികം സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഒരു റോൾ എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പം എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നടന്ന ഒരു ദുരന്തം നമുക്ക് അറിയിക്കാൻ സാധിച്ചത് പൂർണ്ണ പിന്തുണ നൽകിയത് നമ്മുടെ ന്യൂസ് ചാനലുകളും ന്യൂസ് റിപ്പോർട്ടേഴ്സും എല്ലാവരും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക്, ഒരു ചെറിയൊരു അംശം എനിക്കതിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുക, ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുക. ഒരുപാട് പറയുന്നില്ല. താങ്ക് യു സോ മച്ച് മമ്മിക്ക. എല്ലാവർക്കും എൻ്റെ ക്രൂവിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി.